C#.net-ന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് C#ൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ്, ഓർ, ടെർണറി ഓപ്പറേറ്റേഴ്സ്. ഇതെല്ലാം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ എനിക്കൊരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ട്. ഇതിലേക്ക് എനിക്കൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതുപോലെ നമ്മുടെ വേരിയബിളിന്റെ ടൈപ്പ് സ്ട്രിംഗ് ആണെങ്കിൽ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എനിക്കൊരു നെയിം അസൈൻ ചെയ്ത് സ്ട്രിംഗ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ബൂളിയൻ ആണെങ്കിൽ അതിലേക്ക് വാല്യൂ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇനി നൾ വാല്യൂ എങ്ങനെ അസൈൻ ചെയ്യുന്നു എന്ന് നോക്കാം. ഒരു സ്ട്രിംഗ് വേരിയബിളിലേക്ക് നമുക്ക് നൾ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം രണ്ട് സെയിം നെയിം ആണ്, അതുകൊണ്ട് ഓക്കെ. കാരണം സ്ട്രിംഗ് ഒരു റെഫറൻസ് ടൈപ്പ് വേരിയബിൾ ആണ്. റെഫറൻസ് ടൈപ്പ് വേരിയബിൾസിലേക്ക് നമുക്ക് ഡയറക്റ്റ് നൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ ഇൻറ്റിജർ, ബൂളിയന്, ഡബിളൊക്കെ ഒരു വാല്യൂ ടൈപ്പ് വേരിയബിൾ ആണ്. അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് നൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ എറർ അടിക്കുന്നു. ഇതിന് പകരം നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് ഇത് രണ്ടും ഈക്വൽ ആക്കിയിട്ട് നൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കാം. ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഒരു രണ്ട് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്കൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇൻഡ് നമ്പർ, സെക്കൻഡ് നമ്പറിലേക്ക് ഒരു 3, 5 അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് അഡീഷൻ ആണെങ്കിൽ നമ്പർ 1 പ്ലസ് നമ്പർ 2 രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എന്താ എറടിച്ച്, ഓക്കെ, നമ്പർ 2. ഇനി ഈ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം റിസൾട്ട്. ഇതുപോലെ നമുക്ക് സബ്സ്ട്രാക്ഷനും ഡിവിഷൻ എല്ലാം യൂസ് ചെയ്യാം. ഇവിടെ ഡിവിഷൻ യൂസ് ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ, ഇതിപ്പം ഈ കേസിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇൻഡ് ആണ് റിസൾട്ടിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്പർ മാത്രമേ എടുക്കുകയുള്ളൂ, അതിൻ്റെ ഡെസിമൽ വാല്യൂ എടുക്കത്തില്ല. ഇവിടെ മോഡുലോ യൂസ് ചെയ്യുവാണെങ്കിൽ റിസൾട്ടായിട്ട് നമുക്ക് റിമൈൻഡർ കിട്ടും. ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഇവിടെ നോക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ 50 കിട്ടി. ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇനി കമ്പാരിസൺ ഓപ്പറേറ്റർ, രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള അങ്ങനെ ഒരു ഓപ്പറേഷൻ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഈഫ് കണ്ടീഷൻ ഉണ്ട് ഇവിടെ. ഇതിൽ എനിക്ക് ഫസ്റ്റ് നമ്പർ 10 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നമ്പർ 10 ആണെങ്കിൽ ഈ ഈഫ് കണ്ടീഷനിൽ, ഈഫ് സ്റ്റേറ്റ്മെന്റിൽ ട്രൂ എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി അല്ലെങ്കിൽ ഇവിടെ ഒരു എൽസ് സ്റ്റേറ്റ്മെന്റിൽ ഫോൾസ് പ്രിന്റ് ചെയ്യണം 10 ആണെങ്കിൽ. ഇവിടെ ഫസ്റ്റ് നമ്പർ 10 ആണ്, അത് ട്രൂ. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു
ട്രൂ എന്ന റിസൾട്ട് കിട്ടി. ഇനി ഫസ്റ്റ് നമ്പർ നമുക്ക് 10 അല്ല എങ്കിൽ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് എന്ന റിസൾട്ട് കിട്ടണം. ഫോൾസ് കിട്ടി. ഇനി ഇതുപോലെ ഇത് ഈക്വൽ ടു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് നോട്ട് ഈക്വൽ ടു ചെക്ക് ചെയ്യാം. നോട്ട് ഈക്വൽ ടു ഇത് ഓരോന്നും അതിൻ്റെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റേഴ്സ് മാറ്റിയിട്ട് റിസൾട്ട് കിട്ടും. ഇത് 3 അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ എൽസ് ആണെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ ഇവിടെ നമ്പർ 1 ലെസ് ദാൻ 3 ആണെങ്കിൽ അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ എല്ലാ കണ്ടീഷൻസും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ കഴിഞ്ഞു. ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്ററിനകത്ത് നമുക്ക് നോക്കാം. നമുക്ക് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. എനിക്ക് നമ്പർ 1 ഈക്വൽ ടു 10 ആണ്. നമുക്ക് ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിനകത്ത് ആൻഡും ഉണ്ട് ഓർ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ആൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്പർ 2 നമ്പർ 1 10ഉം നമ്പർ 2 5ഉം ആണ്. ഈ രണ്ട് കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഇത് ട്രൂ ആണ്. അപ്പോൾ ശരിക്കും റിസൾട്ടായിട്ട് ട്രൂ കിട്ടണം. നോക്കാം. ട്രൂ കിട്ടി. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി അഥവാ ഇനി ഇത് 3 ആണ്. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇതിപ്പം ഇത് ഫോൾസ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. ഫോൾസ്. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഓർ കണ്ടീഷൻ നോക്കാം. ഓർ എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ഇവിടെ നമ്പർ 1 10 ആണ്. ഇത് ട്രൂ ആണ്. നമ്മൾ കൊടുത്ത നമ്പർ 1 എന്ന് പറഞ്ഞത് 10 ആണ്. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റിസൾട്ട് ട്രൂ കിട്ടി. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇനി അടുത്ത ടെർണറി ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. റിസൾട്ട്. ഇനി ഇവിടെ ഞാനൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. നമ്പർ 1 ഈക്വൽ ടു 10 ആണെങ്കിൽ ഞാൻ ഈ റിസൾട്ടിലേക്ക് ട്രൂ എന്ന് റിസൾട്ടിൽ എനിക്ക് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി എൽസ് ആണെങ്കിൽ എനിക്ക് റിസൾട്ടിൽ ഫോൾസ് എന്ന് അസൈൻ ചെയ്യണം. റിസൾട്ടിൽ ഫോൾസ്. റിസൾട്ട് ഫോൾസ് ആണ്. ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ ശരിക്കും നമ്മുടെ നമ്പർ 1 എന്ന് പറയുന്നത് 10 തന്നെയാണ്. അപ്പോൾ എനിക്ക് റിസൾട്ടിൽ ട്രൂ കിട്ടണം. ഓക്കെ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാമെന്ന് നോക്കാം. ഇത് നമുക്ക് കമൻറ്റ് ചെയ്യാം. ഇത് കമൻറ്റ് ചെയ്തിട്ട് റിസൾട്ട് ഈക്വൽ ടു നമ്പർ 1 നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഈക്വൽ ടു 10 ആണെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 10 ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പ്രിന്റ് ആയി വരണം, അല്ലെങ്കിൽ ഫോൾസ് എന്ന് കിട്ടണം. ഓക്കെ. ഇങ്ങനെയാണ് ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി, ട്രൂ ആണ്.
ഇതാണ് ടെർണറി ഓപ്പറേറ്റർ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിപ്പം നമ്പർ 1 10 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എൽസ് അല്ലെങ്കിൽ ഫോൾസ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്കൊരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ നമ്പർ 1 നള്ളാണെങ്കിൽ നമ്പർ 1 നള്ളെന്ന് കൊടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ നമുക്കൊരു നമ്പർ 2ൻ്റെ ഇനിയിപ്പോൾ ആവശ്യമില്ല, സെക്കൻഡ് നമ്പറിൻ്റെ ആവശ്യമില്ല. ഇവിടെ റിസൾട്ട് നമുക്ക് ഇൻറ്റിജറിൽ കൊടുക്കാം. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. നമ്പർ 1 ഈക്വൽ ടു നള്ളാണെങ്കിൽ നമുക്ക് റിസൾട്ടിൽ 0 പ്രിൻ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ റിസൾട്ടിൽ എനിക്ക് നമ്പർ 1 തന്നെ കിട്ടണം. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നള്ളബിൾ ആണ്, പക്ഷെ ഇത് നള്ളബിൾ അല്ല. ഇതിന് വേണ്ടിയിട്ട് ഇതിന് ഈക്വലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതിൻ്റെ വാല്യൂ എന്നിട്ടൊരു ഇതുണ്ട്. ഇതിപ്പോൾ നള്ളബിൾ, ഇതിപ്പോൾ റിസൾട്ടിലേക്ക് ഈ വാല്യൂ കിട്ടും. ഇതിപ്പം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്പർ 1 നമ്മുടെ നമ്പർ നള്ളാണ്. അത് നള്ളാണെങ്കിൽ റിസൾട്ടിൽ 0 കിട്ടണം. ഇല്ലെങ്കിൽ ആ നമ്പർ എന്താണോ അത് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടണം. ഇതിപ്പോൾ നമുക്ക് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കൺസോളിൽ പ്രിൻ്റ് ചെയ്ത് നോക്കാം. എനിക്ക് 0 കിട്ടി. ഇവിടെ നമ്പർ 1 നള്ളാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, 0 എന്ന് റിസൾട്ട് കിട്ടി. ഇനി ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് കമൻറ്റ് ചെയ്യാം. ഈ ഒരു കണ്ടീഷൻ എങ്ങനെ നമുക്കൊന്ന് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ നോക്കാം. ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. റിസൾട്ട് ഈക്വൽ ടു നമുക്ക് നമ്പർ 1 ആണല്ലോ ചെക്ക് ചെയ്യേണ്ടത്. നമ്പർ 1 നള്ളാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? 0. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ നൾ ആണെങ്കിൽ നമ്പർ എന്ന് കൊടുക്കാം. അത് നൾ ആണെങ്കിൽ 0 അല്ലെങ്കിൽ എന്താണോ നമുക്ക് റിസൾട്ട് വേണ്ടത് അത്. ഇനി അല്ലെങ്കിൽ ആ നമ്പർ തന്നെ നമ്മുടെ റിസൾട്ടിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഈ കണ്ടീഷൻ. ഇത് നമുക്ക് റിയൽ ടൈം പ്രോജക്റ്റിലൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.